नमस्ते। आज हम ICSE क्लास 10 हिंदी का नया रास्ता का 11 पाठ का सारांश डिस्कस करते हैं। देखो, मीनू के पिताजी को दिल का दौरा पड़ा था। उनकी हालत नाजुक हो चली थी। घर में आशा, रोहित और उनकी पत्नी तीनों ही उनकी सेवा में जुड़े गए हैं। घर में सब मीनू की प्रतीक्षा कर रहे थे। बड़ी बेटी होने के कारण पिताजी को मीनू से विशेष स्नेह था। मीनू व आशा की शादी के बारे में सोचकर माँ बेचैन हो उठी। जिनको भी बीमारी के बारे में पता चल रहा था उनसे मिलने आ रहे थे, इस कारण उन्हें आराम नहीं मिल पा रहा था। മീനുവിൻ്റെ അച്ഛൻ്റെ ഹാർട്ടിന് ഇച്ചിരി പ്രശ്നമുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹെൽത്ത് കണ്ടീഷനെ മോശമായിക്കൊണ്ടിരുന്നു. വീട്ടിലാണെങ്കിൽ ആശ, രോഹിത്, അവർ മീനുവിൻ്റെ അമ്മ, ഇവർ 3 പേരുമാണ് അച്ഛൻ്റെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നത്. ഇവരെല്ലാവരും മീനു വരുന്നതും പ്രതീക്ഷിച്ചിരിക്കുക. വീട്ടിലെ മൂത്ത മോളായത് കാരണം പിതാജിക്ക് മീനുവിനോട് ഇച്ചിരി സ്നേഹം കൂടുതലാണ്. മീനുവിൻ്റെ അമ്മയ്ക്കാണെങ്കിൽ ആശയുടെയും മീനുവിൻ്റെയും കല്യാണത്തെക്കുറിച്ച് ഓർച്ച് മാമിനൊരു ഒരു സമാധാനവുമില്ല. അവരുടെ മനസ്സ് അസ്വസ്ഥമായിക്കൊണ്ടിരുന്നു. അപ്പം മീനുവിൻ്റെ അച്ഛൻ ഇങ്ങനെ സുഖമില്ലാന്ന് അറിഞ്ഞപ്പോഴത്തേക്കിനും അദ്ദേഹത്തെ കാണാനായിട്ട് ധാരാളം പേര് വന്നു. അപ്പം അതുകൊണ്ട് തന്നെ മീനുവിൻ്റെ അച്ഛനൊരു റെസ്റ്റ് കിട്ടിയില്ല. ഇവർക്കും അതേപോലെ റെസ്റ്റ് കിട്ടിയിട്ടില്ല. सुबह के 9 बजे थे। मेरठ से पहली बस आने का समय हो गया था। सभी को मीनू के आने का इंतज़ार था। तभी माम ने मीनू को रिक्शे से उतरते हुए देखा। मीनू अंदर आई। माम को देखकर उसका दिल भर आया। अपना सामान कमरे में लेकर वह माम से लिपट गई. രാവിലെ 9 മണിക്കാണ് മീററ്റിൽ നിന്നുള്ള ആദ്യത്തെ ബസ് വരുന്നത്. എല്ലാവരും മീനുവിനെ പ്രതീക്ഷിച്ച് നോക്കിയിരിക്കുകയാണ്. ആ സമയത്ത് മീനു റിക്ഷയിൽ വന്നിറങ്ങി അകത്തേക്ക് പ്രവേശിച്ചിട്ട് അവൾ ആ മുറിയിൽ കൊണ്ട് സാധനം എല്ലാം വെച്ചു. മീനുവിനെ മാനെ മീനു को बताया कि उसके पिताजी को दिल का दौरा पड़ा है. डॉक्टर ने पूर्ण विश्राम की सलाह दी. ഇതേപോലെ അമ്മ വിശേഷമൊക്കെ പറഞ്ഞു. അച്ഛൻ്റെ ഹാർട്ടിന് ഇച്ചിരി പ്രശ്നമാണ്, പ്രോബ്ലമാണ്. അപ്പോൾ ഡോക്ടർ പൂർണ്ണ വിശ്രാമമാണ് പറഞ്ഞിരിക്കുന്നത്. मीनू पिताजी के कमरे में गई. उस समय वे सो रहे थे. वह उनके पास बैठ गई. थोड़ी देर में उन्होंने आंखें खोली. मीनू को देखते ही उनके चेहरे पर खुशी का भाव उमड़ आया. അപ്പം മീനു നേരെ പിതാജിയുടെ മുറിയിലേക്ക് ചെന്നു. ആ സമയത്ത് അദ്ദേഹം ഉറങ്ങുകയായിരുന്നു. അവൾ അച്ഛൻ്റെ അടുത്ത് കുറേ സമയം ഇരുന്നു. അങ്ങനെ അദ്ദേഹം കണ്ണ് തുറന്നു നോക്കിയപ്പോൾ മീനുവിനെ കണ്ട് ഭയങ്കര സന്തോഷമായി. पूछा, मीनू बेटी तू कब आई? मीनू ने उत्तर दिया, अभी कुछ देर पहले ही आई हूँ. आपकी तबीयत कैसी है? ऐसी ही है, कहकर उन्होंने अपनी आंखें मूंद ली. അപ്പോഴാണ് അച്ഛൻ ചോദിച്ചു, മീനു ബേട്ടി മോൾ എപ്പോഴാണ് വന്നത്? ഞാൻ വന്നിട്ട് ഇച്ചിരി നേരമായി. അങ്ങയുടെ ആരോഗ്യം എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം വീണ്ടും മയക്കത്തിലേക്ക് പോയി. उनकी हालत देखकर मीनू का दिल भर आया. पास पड़े समाचार पत्र में प्रसिद्ध नृत्यांगना की तस्वीर देखकर उसे ख्याल आया कि उस दिन उसे भी विद्यालय के वार्षिकोत्सव में नृत्य का कार्यक्रम प्रस्तुत करना था. അപ്പോൾ അച്ഛൻ വീണ്ടും ഉറക്കത്തിലേക്ക് പോയപ്പോൾ മീനു അടുത്ത് കിടന്ന പത്രം എടുത്ത് വെച്ച് നോക്കി. പത്രം നോക്കിയപ്പോൾ കണ്ടു അതിനകത്ത് പ്രശസ്ത നർത്തകിയുടെ ഡാൻസ് ചിത്രം കൊടുത്തിരിക്കുന്നു. അപ്പോഴത് കണ്ടപ്പോഴാണ് അവൾ ഓർത്തത്, അയ്യോ തൻ്റെ കോളേജിലെ ആനുവൽ ഡേയിലെ എൻ്റെ നൃത്യവും കൂടെ ഇന്നുണ്ടായിരുന്നല്ലോ എന്ന് അവൾ ഓർക്കുകയാണ്. सबसे पहले उसी का नृत्य था और वह यहाँ है, समय को कौन जान सकता. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അന്നത്തെ പ്രോഗ്രാമിൻ്റെ ആദ്യത്തെ പരിപാടി മീനുവിൻ്റെ ആയിരുന്നു. പക്ഷേ മീനു ഇപ്പോൾ അവളുടെ വീട്ടിലാണ്.